ഇനി നമുക്ക് ഡെക്കിൻ്റെ വീഡിയോയെ പറ്റി നോക്കാം. ഏതൊരു ഫിറ്റ് ഔട്ട് ചെയ്യുമ്പോഴും നമുക്ക് എ സി ഒരു പ്രധാന ഘടകം. ഓക്കെ, ഇത് നമ്മളുടെ GI ഡെക്കാണ്. ഇത് 1.2 mm തിക്നെസ്സാണ്. ഓക്കെ, ഫ്ലാഞ്ച് ടൈപ്പ് 30 mm ഫ്ലാഞ്ച് ടൈപ്പാണ് വരുന്നത് വിത്ത് കോർണർ. ഇതിന് നമുക്ക് സി ക്ലീറ്റിലും അടിക്കാൻ പറ്റും. ഓക്കെ, സി ക്ലീറ്റ് ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. ഇത് ചെയ്യുമ്പോൾ എക്സ്പെൻസീവാണ് കുറച്ചും കൂടി. ഓക്കെ, ഏതൊരു ഫിറ്റ് ഔട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു ഡെക്റ്റിങ് വളരെ പ്രധാനമാണ്. ഇതിപ്പോൾ ഡെക്റ്റിങ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ആസ് പെർ ദ ഹീറ്റ് ലോഡ് കാൽക്കുലേഷൻ എത്ര CFM വേണം, നമ്പർ ഓഫ് പേഴ്സൺ, ഹീറ്റ് ലോഡ് അനുസരിച്ച് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും വിൻഡോസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഫുള്ളി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. മീൻസ് ടെമ്പറേച്ചർ 22 അച്ചീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അത് പ്രകാരം 30 ടൺ AC ആണ് നമ്മളിവിടെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഡെക്റ്റാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഓൾറെഡി ബ്രാഞ്ചസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. VAV കാര്യങ്ങൾ വരും. ഓരോ സോണിനനുസരിച്ച് VAVയും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഓരോരോ റൂമിനും നമുക്ക് ഓരോരോ തെർമോസ്റ്റാറ്റ് വേണം. അപ്പോൾ VAV സെപ്പറേറ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഇതിൽ ഏത് ഇൻസുലേഷൻ യൂസ് ചെയ്യണം, റോക്കോൾ യൂസ് ചെയ്യണം, ഫോസ്റ്റർ യൂസ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡെക്കിങ് ചെയ്യുമ്പോൾ XLP ഇൻസുലേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഗോഫ്ലെക്സിൻ്റെ XLP ഇൻസുലേഷനാണ്. ഇതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ജോയിൻറ്റിലെല്ലാം സിലിക്കോൺ കറക്റ്റായിട്ട് കവർ ചെയ്തിരിക്കണം. ഓക്കെ, ഇതൊരു വലിയൊരു ഫിറ്റ് ഔട്ടാണ്. ഏകദേശം നമുക്കിവിടെ നമ്പർ ഓഫ് പേഴ്സൺസ് മാത്രം 50 പേഴ്സൺ വരുന്നുണ്ട്. 50 വർക്ക് സ്റ്റേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഡെക്കിൽ നമ്മൾ ഫുള്ള് സിലിക്കോൺ കാര്യങ്ങളെല്ലാം നമുക്ക് അപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, ഇത് വലിയൊരു കൺസ്ട്രക്ഷൻ്റെ ടൈമിന് ഞാൻ എടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതിൽ തന്നെയാണ് പിന്നെ വരുന്ന സൗണ്ട് അറ്റനേറ്റർ. ഓക്കെ, ഇത് ഏകദേശം ഈ ഒരു ഏജിന് വേണ്ടിയിട്ടുള്ള സൗണ്ട് അറ്റനേറ്ററാണ് നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത്. അറൗണ്ട് 2 മീറ്റർ ഹൈറ്റാണ്. ഓക്കെ, ഇതിൻ്റെ ഇൻസൈഡ് നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും. ഓക്കെ, ഇതാണ് ഇൻസൈഡ് വ്യൂ സൗണ്ട് അറ്റനേറ്റർ. ഇപ്പോൾ ഏതൊരു കേസിലും നമ്മൾ സൗണ്ട് അറ്റനേറ്റർ കൊടുക്കണം, ഇല്ലെങ്കിൽ അൺഈവനായിട്ടുള്ള സൗണ്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് മേക്ക് ചെയ്യാൻ അങ്ങനൊരു പ്രോബ്ലം പരിഹാരമായിട്ടാണ് ഈ സൗണ്ട് അറ്റനേറ്റർ നമ്മൾ എപ്പോഴും കൊടുക്കാറ്. അപ്പോൾ അതും കൂടി എപ്പോഴും നമ്മൾ കൺസ്ട്രക്ഷൻ സമയത്ത് ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇൻസുലേഷനും കാര്യങ്ങളും, പിന്നെ ഇതിൻ്റെ ജോയിൻറ്റ്സ്, ഈവൻ ഫാക്ടറിയിൽ നിന്ന് വരുന്ന സമയത്തും ചെറിയ ചെറിയ ഗ്യാപ്പുകൾ കാണും. അതെല്ലാം നമ്മൾ സിലിക്കോൺ വെച്ചിട്ട് ഒരേപോലെ കവർ ചെയ്തിരിക്കണം.